ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് നിന്ന് കല്യാണം കഴിഞ്ഞ എൻ്റെ ഫ്രണ്ടും വൈഫും അനിയത്തിയും ഇന്നെൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അവരിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവരെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. എന്തായാലും കണ്ടുനോക്കാം. ഹലോ ഗൈസ്, വെൽക്ം ടു തൃശ്ശൂർ. ഹായ് 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 ഹായ്. ട്രെയിൻ യാത്ര വളരെ നല്ലൊരു യാത്ര, വളരെ നല്ല യാത്ര. നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പറ്റി. അതെ, ചൂടോട് ചൂട്, നല്ല ചൂടുണ്ട് അല്ലേ? ഇവിടെ ചൂട്, കാസർഗോഡ് ചൂട്. ഇവിടെ തന്നെ ഒന്നുമില്ല. ഇവിടെ അല്ലേ? ഞാൻ പാടല്ലേ പറയൂ എല്ലാവരും വിശേഷം. പറ വിശേഷം പറ. സൈക്കിൾ ചൂട്, ചൂട് പോകുന്നതാ. കാസർഗോഡിനേക്കാളും തൃശ്ശൂർ ചൂട് കൂടുതലാണ് എന്ന് അറിയാൻ പറ്റി. ഇവരെ പാലക്കാട് കൊണ്ടാണ്. അതെ, പാലക്കാട് കുറച്ചുകൂടി ചൂട് കൂടുതലേ. ഇവിടെ ഞങ്ങളുടെ പാലക്കാടാ. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും കാണാം. നമ്മളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വരണം എന്ന് പറയുന്നത്. ഈവൻ ചെറിയ മടിയോട് കൂടിയിട്ടാണെങ്കിലും അവൻ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. എന്തുണ്ടായാലും വളരെയധികം സന്തോഷം. റമീസ്റ്റാന്റെ കല്യാണത്തിന് ശേഷം അടുത്ത വ്ളോഗ് വരവ്. ഇവൻ എവിടേക്കെങ്കിലും ഇറങ്ങിയാൽ ഷർട്ട് മാറ്റിട്ടാണെങ്കിലും കുറച്ച് എന്നിട്ട് മടിയാവുമെന്ന് പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അതാണ് അവന്റെ പ്രകൃതം. അതുകൊണ്ട് പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി പഠിച്ച് ഫസ്റ്റ് ക്ലാസ് എടുത്തില്ലടാ. അതിർത്തു ശരിയാ. സ്ട്രേറ്റ് മനുഷ്യനടാ, സ്ട്രേറ്റ് മനുഷ്യനാ അല്ല. ഇത് റമീസിന്റെ വൈഫ്, നമ്മുടെ നോൺലി വൈഫാണ്. ഇപ്പം അടുത്ത മകനെ കഴിഞ്ഞ ലാസ്റ്റ് വ്ളോഗിലുണ്ട്, റമീസിന്റെ ലാസ്റ്റ് വ്ളോഗിലുണ്ട്. ഈ പുതിയ അപ്പൊ എല്ലാരും പരിചയപ്പെട്ടു എന്ന് വിചാരിക്കും. മേലെ കാണൂല ഈ മുഖം. ലാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും എന്നെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും. കാരണം നിന്നെ കുറിച്ചിട്ടല്ല, അസ്ലമിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ, മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാതായിട്ടൊന്നുമില്ല. ബാംഗ്ലൂർ പറഞ്ഞാൽ നമ്മൾ റൂമിൽ കിടന്നുറങ്ങും. അസ്ലം രാവിലെ ക്ലാസ്സിന് പോകും, ഞാൻ ഉറങ്ങും. അസ്ലമ ക്ലാസ്സിന് പോകും, ഞാൻ ഉറങ്ങും. അസ്ലമ ക്ലാസ്സിന് പോകും. എന്നിട്ട് നീ എങ്ങനെ ഫസ്റ്റ് ക്ലാസ് എടുത്ത്, അസ്ലം എങ്ങനെ ഫസ്റ്റ് ക്ലാസ് എടുത്തില്ല? അതെ, അതാണ് നമുക്കറിയാം. ഞാന് 2019 ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. 2026 ഫസ്റ്റ് ക്ലാസ് ആയത്. കുറച്ച് വൈകിയാലെന്താ ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലേ? അൽഹംദുലില്ലാ ഹൈർ. മനസ്സിലായപ്പോ അക്സെപ്റ്റ് ചെയ്തല്ലോ. അത് അക്സെപ്റ്റ് ചെയ്തില്ലേ? അത് വെറുതെ ആണ്. ഒരു പ്രൊജക്ട് ചെയ്യാൻ ഗെയിം കളിക്കാനുള്ള ലാപ്ടോപ്പ് വാങ്ങിയതാണ്. ഓഹോ, അല്ലാണ്ട് ഗെയിം കളിക്കാനല്ല, പ്രൊജക്ട് ചെയ്യാൻ. അവൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പ്രൊജക്ട് ചെയ്യണം, അവൻ ലാപ്ടോപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ലാപ്ടോപ്പ് വാങ്ങി. എന്നിട്ട് പ്രൊജക്ട് ചെയ്തത് ഞാൻ അവന്റെ. ആരാരും ചെയ്തല്ലേ, ട്രൂ ഫ്രണ്ട്. എന്നിട്ടൊരു മെമ്മറി ഒന്നുമില്ല അസ്ലാമിനെ കുറിച്ച് ഓർക്കാൻ. അത് കാരണമായിട്ടൊക്കെ മൊബൈൽ കിട്ടിയത്. അവൻ ലാപ്ടോപ്പ് മേടിച്ചായിരുന്നു. പക്ഷെ മെമ്മറിക്ക് ഇവരിപ്പം കോളേജിൽ പോകും, ഞാൻ റൂമിലായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് മെമ്മറിക്ക് ടൈമില്ല. അപ്പൊ റൂമിലുള്ള മെമ്മറീസ് ഉണ്ടല്ലോ. റൂമിലുള്ള മെമ്മറീസ് പറഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാൻ പോകും. പിന്നെ ഞാൻ എല്ലാത്തിനും കുത്തി പൊക്കി എണീപ്പിച്ച എവിടേക്കെങ്കിലും പോകും. ഇവന് നിയാസ് മുഹമ്മദ് ഒക്കെ ഉറക്കിടിക്കണം. സൈക്കോളജിസ്റ്റ് നേർക്ക് നേർ. നമുക്ക് നടക്കാം. അപ്പൊ വീട്ടിലേക്ക് വെൽക്കം ടു മൈ യൂണിവേഴ്സ്. പറയൂ. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചോ, ഇനി 5 മിനിറ്റ് റെസ്റ്റ്. കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമുക്ക് പുറത്തിറങ്ങാം. ഓക്കെ. എൻ്റെ ഇവിടുത്തെ തൃശ്ശൂർ സ്റ്റൈൽ ഫുഡ് ഉണ്ട്. തൃശ്ശൂർ സ്റ്റൈൽ ഫുഡ് അടിപൊളി. ബീഫും ചിക്കനും ഒക്കെ അടിപൊളി. പിന്നെ നെയ്പത്തിരി നല്ലത്. നെയ്പത്തിരി അടിപൊളി. പൊളിച്ചു. എങ്ങനെയുണ്ട് ഫാത്തിമ?
സീഫുഡോ ആ നല്ല തേങ്ങാപ്പാലും പത്തിരിയും ആ ചിക്കൻ്റെ ആ കറിയൊക്കെ കൂട്ടി അടിച്ചുപൊളി. പിന്നെ ഐസ്ക്രീമും നൈസ്. പപ്പായ പപ്പായല്ല ഷമാ ഷമാണോ? ഷമാം മൊത്തം അടിപൊളി. ഇനി ബാക്കി കുറച്ച് കാണിച്ചാ ബാക്കി പോയി. അതെ അല്ലേ അടിപൊളി അല്ല വേറെ കുറച്ച് വേറെ മനസ്സിലായിട്ട് ഞാൻ ചോദിക്കണോ ചോദിച്ചത് എന്ത് റെസ്റ്റ് കഴിഞ്ഞെങ്കിൽ പറയൂ, നമുക്ക് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം. ആനക്കോട്ടയിൽ വന്നിട്ട് ആന അടിപൊളിയാണ്. ആന നല്ല പേരില് വലിപ്പമുണ്ട്. ടാഗ് ഇട്ടിട്ടില്ല. ആനനെ കണ്ടതിൽ സന്തോഷം, വളരെ സന്തോഷം. കുറെ കാലായി ആനനെ കാണാത്ത. ആന കാണുന്നത് ഒരു ആഗ്രഹമായിരുന്നു റെനിന്റെ അല്ലേ? ഇത് ചെറിയ ആനയല്ലേ? ആ ആനയുടെ കുളിസിന് അപ്പുറത്തുണ്ട്. പോലീസിനെ കാണാം. ഇതിനിയല്ലേ പിന്നെ ഇതൊന്നും യൂസ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഗുരുവായൂരുള്ള ആനക്കോട്ടയിൽ വന്നിട്ടുള്ളത് അല്ലേ? ആദ്യമായിട്ട് വന്നത്. ആ നോക്കുന്നുണ്ടോ എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ. രമേശ് പറയൂ 2 വാക്ക് മൈക്ക് പഠിച്ചിട്ട്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. അങ്ങനെ ആനയെ അങ്ങനെ നേരിട്ട് കാണാറില്ല. കുറെ കാലത്തിന് ശേഷം ആനനെ കാണുന്നത്. എന്താ കുറേ ഉണ്ട്, ഒരുപാടുണ്ടല്ലോ. ഒരുപാടുണ്ട്. അതൊക്കെയാണ്. പത്തോ ഞാൻ പറഞ്ഞു ഓൾറെഡി. പറഞ്ഞോ. ആന നല്ല വലുതാണ്. ആന പറഞ്ഞോ. ആന അലറലോടലറൽ. ആന അലറലോട് ആന അലറലോട് അലറൽ. സ്പീഡ് പറയും. ആന അലറലോട് അലറൽ. ജോയിനസ് ആന അലറലോടലറൽ. ആന നീ സ്പീഡ് അല്ലേടാ. ആന അലറലോടലറൽ. ഒന്നയ്യോ. ആന അലറലോടലറൽ. ഓന് തീരെ കഴിയാ. അക്കയില്ല നാവ് അടിച്ചില്ല ഇന്ന്. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ബ്ലോഗർ പറയും, ബ്ലോഗർ. വ്ളോഗ് പറയാൻ പറ്റില്ല. വ്ളോഗർക്ക് മൈക്ക് ഉണ്ട് ഇവിടെ. ആനല്ലോ തുടക്കത്തിലേ പോയി. ഇത് കുങ്കിയാണ്. എന്താ പറയല്ലേ കുങ്കിയാണ്. കുങ്കിയാ? അത് ജയറാമിനെ കാണിക്കുമ്പോ ഒരു ആനയുടെ പേര് പറയുന്നല്ലേ ജയറാം എല്ലാത്തിന്റെ. അല്ലാതെ വരുന്നു. ഒന്നും അറിയില്ല. എന്ത് ആനെ കുറിച്ച് അതിന് ടാഗില്ല. പഠിക്കണ്ടേ? അത് കാണാൻ മനസ്സിലാക്കണം അല്ലേ? ബാബുവേട്ടൻ. ഇത് ബാബുവിന്റെ പേര്. അങ്ങനെ ഡാൻസ് അങ്ങനെ ഡാൻസിനെ കുറിച്ച് 2 വാക്ക് പറയൂ. അതാ കളിക്കുന്നതാ. നല്ല ഡാൻസ് അല്ലേ? ഓൾക്ക് ആണിനപ്പുറം ഡാൻസ് കളിക്കാൻ ആഗ്രഹം. സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പാട്ട് ഏത് നിന്റെ? ഓൾ പഠിച്ചിട്ട് വന്നിന് ആനന്റെ അസ്ലം തന്നെ കളിക്കണമെന്നുണ്ടായി. ഇപ്പൊ ആന കണ്ടപ്പോ ആനന്റെ അപ്പുറം അല്ലടാ ക്യൂട്ടാന. നല്ല ക്യൂട്ട് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്ന ആനനെ കാണുന്നു അല്ലേ? ആന കലിപ്പിലാണെന്ന് തോന്നുന്നു. ആനയുടെ മൂഡ് മാറി കഴിച്ചു. ഇപ്പൊ ഡെയിലി സ്പെഷ്യൽ കാഴ്ച കാണുന്ന റമീസിന് എന്തിനാണ് അത് നീ ഒരു പ്രത്യേക ധ്വനി വെച്ച് പറഞ്ഞ പോലെ. അത് ഞാനല്ലോ നോക്കാൻ വേണ്ടി ഒരു ചാൻസും കളയില്ല. എക്സ്പീരിയൻസ് അടിപൊളി, വെറൈറ്റി ആണല്ലേ? കാണാത്തൊരു സംഭവം. സ്വഭാവം ഞാനൊക്കെ നല്ല വാങ്ങണ്ട എന്റെ കളി കാണാന്. നോക്കിയിരുന്നു തോന്നുന്നു എത്ര സമയമാണെങ്കിലും അല്ലേ? എനിക്ക് നല്ല ഇഷ്ടായി. അതാ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതാണ് കുറച്ചുകൂടി എടുത്തുള്ളതാണ് ഫോട്ടോ എടുക്കാൻ. നോക്കിയാ മതി, കൈ മാത്രം. വെഡിങ് ഷൂട്ടിന്റെ ഇടയിൽ മട്ടിലെടുത്തറിഞ്ഞ അത് ഇവിടെ തന്നെ. ശാന്തമായ അന്തരീക്ഷത്തിലുള്ള സിദ്ധുവിന് ആൾക്കാർ അറ്റൻഷൻ ഇഷ്ടമല്ല. അറ്റൻഷൻ സീക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നോക്കുന്നില്ല. വിളിച്ചാ സിദ്ധു വിളി കേൾക്കും. വിളിച്ചറിയോ നോക്കാം. സിദ്ധു എടാ സിദ്ധു
അങ്ങോട്ട് പോയി സിദ്ധോ അപ്പോൾ ആനകളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് താൻ്റെ ഡാൻസ് എല്ലാം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ ബാക്കി കണ്ടിട്ട് പറയാം. ബാക്കി അഭിപ്രായം ലാസ്റ്റ്. കുറച്ച് തൃശ്ശൂർ ഭാഷ പഠിപ്പിച്ചു. തൃശ്ശൂർ ഭാഷ അവൻ പറയും. റമീസിന് അറിയാം, അവൻ പഠിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഭാഷ. പാലക്കാടും തൃശ്ശൂരും മിക്സ് ആക്കട്ടെ. അതേ അറിയോ കേട്ടിട്ട്? ഓ ശുദ്ധ മലയാളം. എല്ലാ ജില്ലക്കാരും പറഞ്ഞ അതേ ഡയലോഗ്, ഫസ്റ്റ് ഡയലോഗ്. അത് ചെറുത് ഗൈസ്, ഭയങ്കര ചെറുത് ബട്ട് ക്യൂട്ട്, നല്ല കൊമ്പ്. ഇവരെല്ലാം ആടി 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 കളിക്കുന്നുണ്ട് ഗൈസ്. നൈൽ പറയും. ആന ഫാൻസ് കാസർഗോഡ് കടകം, ആനപ്രേമി കാസർഗോഡ് കടകാമ. കുറച്ച് ഇതാക്കിട്ട് മുണ്ടുന്നു, ആർട്ടിഫിഷ്യൽ ആക്കിട്ട് മുണ്ടുന്നുണ്ട്. നേരത്തെ മീത്തേന്ന് പറഞ്ഞല്ലേ ഞാൻ, പക്ഷെ എന്നെ കൊറേ സ്വീപ്പാക്കി, കൊറേ സ്വീപ്പാക്കി കളിയാക്കി. അതുകൊണ്ട് ഞാൻ കുറച്ച് കൺട്രോൾ ആക്കി. മനസ്സിലായോണ്ട് കുഴപ്പമില്ല. ഫിൽറ്റർ ചെയ്ത് ഞാൻ കാസർഗോഡ് ഭാഷ പഠിപ്പിച്ചു കൊടുക്കല്. അല്ല കരച്ചിലിട്ട് മുതലായി ഗൈസ്. ക്യാമറ ആന അതിന്റെ കാൽക്കുലേറ്റർ ആന സംസാരിക്കുന്നില്ല. മംഗലത്തിന് ബെൻസ് എടുക്കുന്നതിന് വേറെ ആന അടുത്ത ആദ്യം ടൈപ്സ് ഓഫ് ആന. കോട്ടപ്പടി ഇതെല്ലാം ഇവിടെയുള്ള ആനയുടെ പുന്നത്തൂർ ഫാമിലി, ഓരോ ഫാമിലിയിലുള്ള ആനകളുടെ പേരുകളാണ്. ആന ചെരിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? എന്നാ മരിച്ചു നടത്തും. അത് മരിക്കാനായ ഇഷ്ടപ്പെട്ട ആനയെ കമന്റ് ചെയ്യും. ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ആനയെ നിങ്ങൾ കമന്റ് ചെയ്യുക. കുറെ ആനകളുണ്ട്. നമ്മളും ഇതേപോലെ ആദ്യമായിട്ടാണ് അത് വരുന്നേ. അതെ, ആ അത് നിങ്ങളുടെ കൂടെ എന്ന് അറിഞ്ഞതിൽ കുറച്ചുകൂടി സന്തോഷമായി. സ്പെഷ്യലായി. അതെ, സ്പെഷ്യലായി. കാരണം എന്താണെന്നറിയോ, ഇതിപ്പോ നമ്മുടെ നാട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങളെയും കൂടി കൊണ്ടുവരിക, അപ്പൊ നിങ്ങൾക്ക് കിട്ടണം അതേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അല്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല ആനകളല്ലേ? ഞങ്ങള് പിന്നെയും കാണലുണ്ട്, പൂരത്തിനൊക്കെ ഉണ്ടാവലുണ്ട്. നമ്മളിപ്പോ മിഞ്ഞാന്നായാലും പൂരങ്ങൾക്കാണെങ്കിലും ഇങ്ങനെ ആനകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പൂരം സീസൺ വന്നു കഴിഞ്ഞാൽ റോട്ടിൽ മിനിമം ഒരു ആനയെങ്കിലും നമ്മൾ കാണും, ലോറിയിലായിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും. അതാണ് പൂരം സീസണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ എല്ലാ ആന ഒരുമിച്ച് ഫ്രീ ആയിട്ട്, സാധാരണ പൂരം എന്ന് പറഞ്ഞാൽ ആന ഭയങ്കര പ്രഷറിലായിരിക്കും, ഈ വെയിലും മറ്റേ ചെണ്ടമേളും അതും ഇതൊക്കെ ആയിട്ട്. ഇവിടെ പീസായിട്ടാണ് ആന നിൽക്കുന്നത്. അവരുടെ ഒരു ഫ്രീ ടൈം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഓരോ ആനേനും നോക്കുന്നതും അവരുടെ ഈ എന്താ പറയുക ടെമ്പറേറ്റ് ഈ പറഞ്ഞ പോലെ മതം പൊട്ടിക്കാണ്ട് നിൽക്കുന്നതും അതവരുടെ ഒരു പ്രയത്നം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുത്തെ കഴിഞ്ഞു. നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എവിടെ പോകുന്നുണ്ട്? തൃശ്ശൂർ റൗണ്ടോ? അതെ. രണ്ടുപേർക്ക് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടാണ് സൈക്കോളജി എടുത്തത്. എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജി ഇഷ്ടം, സ്കൂളാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ട് പഠിച്ചോണ്ട് നല്ലപോലെ പഠിച്ചു. തൃശ്ശൂർ റൗണ്ട് ഡെസ്റ്റിനേഷനിലേക്കല്ലേ? എക്സൈറ്റഡ് ആണോ ചേച്ചി? വെരി എക്സൈറ്റഡ്. നീയാ? അതാരി നിന്റെ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ ശോഭാ സിറ്റിയില് മറ്റൊന്നുമില്ല, ചുറ്റുവട്ടമൊക്കെ നല്ല മാറ്റമുണ്ട്. ഫ്ലാറ്റ് ഇതൊക്കെ വന്നു 8 വർഷത്തിന് ശേഷം വീണ്ടും ശോഭമാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. സോ ഫസ്റ്റ് കണ്ടിട്ട് പറയാം. അതെ മാത്രമേ അറിയൂ. അതെ. ഞാൻ മൈക്ക് നെഞ്ചത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പറയണമൊന്നും കേൾക്കില്ല. മാള് 3 തട്ട് മാള്, 3 നില മാളാണ്. ബാക്കി നമ്മൾ കണ്ടിട്ട് പറയാല്ലേ. നീ വാക്കുകൾ ക്രോഡീകരിക്കണ്ട, നേരം പോലെ പറഞ്ഞോ, എന്റെ സ്ലാങ്ങിൽ പറഞ്ഞോ. ഭയങ്കര നമ്മളടിക്കുന്ന മാളയില്ല.
മാള് കാണാൻ പോകണം. എല്ലാവരും മാളിൽ പോകണമെങ്കിൽ പോലെ തൃശ്ശൂർ ഇറങ്ങും, കോഴിക്കോട് മാനേജ്മെന്റ് ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ ഒരു മാള് ഒരു മാള് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഹസ്ബൻഡ് ചാക്കൻ്റെ അങ്ങനത്തെ ഒരു മാളിൽ ഭയങ്കര ഭാഗ്യം. ഇങ്ങോട്ട് വരാം, നമുക്കെല്ലാണല്ലോ ഇത്ര ദൂരം വരണം. അതെ അല്ലേ, ഒരു മാൾക്ക് വരണമെങ്കിൽ ഒരു മാള് കെട്ടി സഹകരിക്കാം. എന്തെങ്കിലും എടുക്കുന്നുണ്ടോ ഇവിടുന്ന്? ഇല്ല, ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം. റമീസ് സ്പ്രേ ഒക്കെ നോക്കുന്നുണ്ട്. ഇല്ല രണ്ടുപേര് ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. എന്താണ്, എൻ്റെ ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. പോണെന്നുണ്ടോ? എനിക്ക് ഇവിടുത്തെ ഏതെങ്കിലും സെക്ഷനിലേക്ക് പോകണമെന്നുണ്ടോ? ഉണ്ട്, പക്ഷെ വേണ്ട. വെരി ഗുഡ് കുട്ടികളായി എങ്ങനെ വേണം? എന്താണ് ഇവിടെ നിക്കണ്? ഞാൻ ഒരാളെ വെയിറ്റ് ആക്കി നിൽക്കുന്നു. അവന് പോയ ഇപ്പോഴേ വരില്ല. കാത്തിവിടെ നിൽക്കുന്നുണ്ട്. നോക്കാം എന്താവും. ഭയങ്കര ഇൻട്രോവേർട്ടാണ് കൈസ്. അവന് പുറത്തൊന്നും വരില്ല. വിളിച്ചുകൊണ്ട് നിൽക്കും, അങ്ങോട്ട് വാ അങ്ങോട്ട് വാർത്ത്. എത്ര ജോഡി കോയിൻ കൊണ്ടുപോയിണ്ടാവും? 1-2 അതിന്റെ അപ്പുറം കൊണ്ടുപോയില്ല. അങ്ങനെ ഖത്തറിൽ പോയിട്ട് ഇനി എന്താണ് അടുത്ത പരിപാടി, അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താണ് നിങ്ങളുടെ? പ്ലാൻ ഖത്തറിൽ പോകുന്നു, ഇവിടെ ഒരു ജോലിക്ക് കയറ്റുന്നു, ഞാൻ റെസ്റ്റ് എടുക്കുന്നു. അതാണ് പ്ലാന്. പിന്നെ നടക്കാൻ പോകുന്നില്ല പ്ലാന്. ഞാൻ പറഞ്ഞേ, എനിക്ക് അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് PS5 എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു ലഘുവായ ഒരു ആഗ്രഹമാണ്, അത്ര വലിയ ദുരാഗ്രഹം ഒന്നല്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ജോബ് വർക്ക് എന്താണ്? അതൊക്കെ വൈ അപ്ഡേറ്റ് ചെയ്യും. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തുടങ്ങുന്നുണ്ട് ഫാത്തിമാസ് വ്ളോഗ്, പുതിയ വ്ളോഗ് വരുന്നുണ്ട്, അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഖത്തറിലെത്തിയ പുതിയ വ്ളോഗ് വരുമോ? ഫാത്തിമാസ് യൂണിവേഴ്സ് വീണ്ടും പുനർജനിക്കുന്നുണ്ട്. അസ്ലം ചാനകണ്ടി ഞാൻ ഇൻസ്പയർ ആയിട്ട് ആദ്യം തുടങ്ങട്ടെ ഗൈസ്. സപ്പോർട്ട് അതെന്താ അങ്ങനെ സ്വന്തം ഓള് വരെ താഴ്ത്തുന്നു. ട്രയലാക്കി സെറ്റ് കറക്റ്റ് ഫിറ്റ് ചെയ്തെടുത്ത് ഒറ്റ മൈൻഡിലെടുത്ത്. ആദ്യമായിട്ട് ഗൈസ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി എന്താണ് റമീസെ നമ്മൾ ഇതേപോലെ ഒരു കൂടിക്കാഴ്ച? ഇനി നോക്കട്ടെ, ഒമാനിലോ അല്ലെങ്കിൽ ദുബൈന്നോ എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ഇപ്പൊ നമ്മള് മാത്രം കണ്ടാൽ മതി? നമ്മളെ ചെക്കന്മാർ ഖത്തർ കണ്ടില്ലല്ലോ നിങ്ങള്? ഞങ്ങള് ഖത്തർ കണ്ടിട്ടില്ല. എല്ലാരും കൂടി ഖത്തറിൽ വാ. എന്താണ് ഗൈസ് ഇവിടെ എത്തിയപ്പോ നിങ്ങൾക്കൊരു അമാന്തം? എന്താന്നറിയില്ല, ഫുഡ് കണ്ട സ്റ്റോപ്പ് ആവും. ഫ്ലാറ്റായി ഫുഡ് കണ്ട ആരാ നിക്കാത്തത്? അല്ല, ഏതാ ഹിബ അടക്കം ഇങ്ങനെ നിക്കുന്നുണ്ട്. ഏത് വേണമെന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ? അടിപൊളി ക്വാളിറ്റി ടൈം അല്ലേ, വിത്ത് ഫ്രണ്ട്സ്. അവര് കണ്ടുമുട്ടി, നമ്മളെ പരിചയപ്പെടാൻ പറ്റി. സോ ഗുഡ് ഡേ. ഓക്കെ, 2 മണിക്ക് ഉറങ്ങിയിട്ട് 4:45 പിന്നെ ഇന്നേ വരാൻ കഴിയും, പിന്നെ വരാൻ കഴിയില്ല. അസ്ലം പോന്നല്ലേ, അങ്ങനെ വിളിപ്പിച്ചിട്ട് അടിച്ച് അങ്ങനെ അവൻ വന്നു. ഇങ്ങനെ ഒരു ഹോപ്പില്ലാതെ നിന്ന് ട്രെയിൻ കിട്ടിയില്ലേ. 6 മണി 4:45 minutes. അല്ല, വന്നോണ്ട് പരിചയപ്പെടാൻ പറ്റി, കാണാൻ പറ്റി. ഇനി കണ്ടാല് നമുക്ക് ആ ഒരു ഇത് ഉണ്ടായില്ല. ഇനി അങ്ങോട്ട് അടിപൊളി വ്യൂ ഗൈസ്. എനിക്ക് ഇഷ്ടമായി, വ്യൂ ഇഷ്ടമായി. വ്യൂ അടിപൊളിയല്ല, ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ. ആ ഫ്ലാറ്റ് വ്യൂ, മാൾ വ്യൂ അല്ലേ, എല്ലാം കൂടി ഒരു പീസ്ഫുൾ കാം ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. വെറുതെ ഇരിക്കാനുള്ള പാടുണ്ടാവും. ഇവിടെ ഈ ഫ്ലാറ്റിലാ? വേണ്ട നമുക്ക് തന്നെ അതിൻ്റെ ആവശ്യം. നമുക്ക് ഇവിടെ അസ്ലം ബ്രദർ ഉണ്ടാകുമ്പോൾ അല്ലേ, ഭാവിയിലെ വലിയ ആൾക്കാരാണ് ഇപ്പോഴൊക്കെ നിൽക്കുന്നുള്ളത്. 2 സൈക്കോളജിസ്റ്റുകൾ, അസ്ലം യൂണിവേഴ്സിറ്റിയുടെ ഹിബാസ് യൂണിവേഴ്സ് 2 സൈക്കോളജിസ്റ്റുകൾ. അതിലൂടെ അങ്ങനെ ബിൽഡ് ചെയ്ത് വലിയൊരു സൈക്കോളജിസ്റ്റാണ് യൂണിവേഴ്സ്. ഇത് നമ്മുടെ ഭാവിയിലെ ACCA ഉണ്ട്. അതിനെന്ത് പറയലേ, അക്കൗണ്ടന്റ്. ഞാൻ ആ ഫീൽഡ് ബിഗ്
എത്തും അവൾ അല്ലടാ അറിയില്ലടാ. എല്ലാവരും ദുആ ചെയ്യാതെ കപ്പിൾസിന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വിചാരിക്കാതെ വന്ന യാത്ര? അടിപൊളിയായി. നമുക്ക് ഇവരെല്ലാം വൈഫിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര ടച്ച് ആവുന്നത് നമ്മൾക്ക് മിസ്സായനല്ലേ. ഇത്ര നല്ല ആൾക്കാരെ അവിടെ കാണാൻ പറ്റി, നല്ല നാട് നമ്മൾ വിചാരിച്ചിട്ടാണ് ഇത്ര ടച്ച് ആവും. ബട്ട് ആയി. യെസ് നമ്മളാവുമല്ലോ. ആണല്ലോ. ഗൈസ് ഈ കപ്പിൾസിനെ കൊണ്ട് നമുക്ക് സിംഗിൾസ് എല്ലാം ബാക്കി. ഒരു കപ്പിൾസ് ഇതേടെ നിന്റെതാ കപ്പിള് നടപ്പേ ഇവിടുന്ന് ഇറങ്ങുവാണോ? ബൈ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ക്യാമറ പോയി. നെക്സ്റ്റ് സ്പോട്ട് തൃശ്ശൂർ റൗണ്ട്. ബൈ. ആ പോസിറ്റിവിറ്റിക്ക് പേരുകേട്ട നാടും പേരുകേട്ട സ്പോട്ടുമാണ്. സ്പോട്ടും പേരുകേട്ട മനുഷ്യരും തന്നെ ഒരു പോസിറ്റിവിറ്റി അല്ലേ. നല്ല മനുഷ്യരും ശാന്തത. ആ കാറ്റ് അല്ലേ, ആ കാറ്റടിക്കുമ്പോ ഇതാണ് വടക്കുന്നാഥൻ. ഓം നമ ശിവായ. ഇത് സിനിമയിലൊക്കെ ഇല്ലേ ഈ അമ്പലം? ഡാംബോല സിനിമയിൽ കുറെ സിനിമയിലുണ്ട്. എവിടെയോ കണ്ടുപോലെ. ഇതിനുള്ളിലേക്ക് കയറാറ് സച്ച് ബ്യൂട്ടി അല്ലേ? പറ്റൂല. ഇത് മാത്രം. ബ്യൂട്ടി എന്താ ഒരു പഴയ നല്ല രസമുണ്ട് അല്ലേ, ഇങ്ങനെ നോക്കി നിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ വടക്കുന്നാഥൻ്റെ മൊത്തം വൈബാണ്. വ്ളോഗ് കണ്ടുകൊണ്ട് ഒന്നും പുറത്തേക്ക് വരൂല, കുറച്ച് ആങ്സൈറ്റി പ്രശ്നം ഇതാ. അപ്പൊ ഞാൻ കൈമാറുന്നതാ വായിലിടല്ല. അനക്ക് പറഞ്ഞോ ഹിസ്റ്ററി പറഞ്ഞോ? പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? നല്ല പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എത്തിയിട്ടാകുമ്പോ ഒരു സ്പിരിച്വൽ വൈബ് ഒക്കെ അല്ലേ? നല്ലൊരു കാറ്റും ഒരു കാം. നല്ല കാമുണ്ട്. കണ്ടു നിക്കാൻ തോന്നുന്നു. നോക്കുന്ന എടുക്കണം. ഇതിലെ ആന വരുന്നുള്ളത് ഇറ്റ്സ് അൺബിലീവബിൾ അല്ലേ. ആന ടൈറ്റ് ആവൂലേ? അപ്പൊ ആന വരും എന്നാണ് റബി പറയുന്നത്. സോ ആന വരും റബി പറഞ്ഞാണ്. ഒരാന, രണ്ടാന, ആന ഇത്രക്കേ ഉള്ളൂ. ഒന്ന് രണ്ടാനക്ക് പോവാത് സമയത്ത്. ചിരിയാ. ഇവിടെ വന്നപ്പോ ഒരു സ്പിരിച്വൽ വൈബൊക്കെ എപ്പോഴും ഈ റൗണ്ടിൽ കൂടെ അങ്ങനെ പോകുന്നല്ലാണ്ട് ഇവിടെ അടുത്ത് വന്ന് നോക്കിയിട്ടില്ല. നൈസാണ്. റിലാക്സ് ആയ പോലെ ഉണ്ടോ? നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ നാടിന്റെ പ്രത്യേകത. ഫേമസ്. നമ്മളെ ലാസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ചെപ്പാറ. ഇതൊരു പാറയാണ് ഗൈസ്. ഈ പാറ കയറിയിട്ട് നമ്മൾ ടോപ്പിലേക്ക് എത്തണം. സോ സൺസെറ്റ് ആണ്. സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞു ഓൾമോസ്റ്റ്. മേ ബി ലാസ്റ്റ് നമുക്ക് അല്ലേ പോയില്ലേ, പോയി. ടാറ്റ ബൈ ബൈ കത്തം. ബാ പോവാ. സോ നമുക്ക് പോവാം ഗൈസ്. ബാ. അസ്ലംസ് എടുത്തു. വ്ളോഗറിനെ കാണുന്നില്ല, പക്ഷെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഉണ്ട്. ഗുഡല്ലേ? നൈസ്. പ്ലേസ് പ്ലേസ് ബ്യൂട്ടിഫുൾ. വർത്ത് കോമഡി. യോ സ്പിന്നിങ് ആവും ബാലൻസ്. മാസ് എൻട്രി. യാരിത് കല്ലും തുക്കി പോയി. നമ്മ 2 മിനിറ്റ് എടുത്തത്, അസ്ലം ചാ 2 സെക്കൻഡ് കൊണ്ടെത്തി. വീണതല്ല, സാഷ്ടാംഗം പ്രണവിച്ചതാ.
ഇതാത്തുന്നുണ്ട് ഗൈസ്. ഏഞ്ചൽ ബൂട്ട് എടുക്കാൻ ടൺ 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 ടടൻ ടൻ ടൺ 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 ടൺ. ഏഞ്ചൽ ഷോ അത് എല്ലാവരെയും കാണുന്ന മൈക്ക്. ഹലോ ഹലോ ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഏതൊരു പാറയിലാണ്, എന്ത് ചെപ്പാറയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി വ്യൂ ആണ്. കുറച്ച് എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതാണ് ഇപ്പോൾ ഒരു ഇതായത്. സൺസെറ്റ് കഴിഞ്ഞ് സൺസെറ്റിൻ്റെ കറക്റ്റ് ടൈം എത്തിക്കഴിഞ്ഞാൽ കിട്ടില്ല വ്യൂ ഇട്ടെ. ബട്ട് എന്നാലിപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡെല്ലാം ആയിട്ട് റെഡിഷ് ആയിട്ടല്ലേ. നൈസ് നൈസ് വ്യൂ, ലവ് ഇറ്റ്. അപ്പോൾ ഗൈസ് വളരെ വിജയകരമായി തന്നെ അടുത്ത സ്പോട്ടിലേക്ക്, ഇവരുടെ ഫൈനൽ സ്പോട്ടിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സൺസെറ്റ് നമുക്ക് മിസ്സായി, റോഡിൽ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫോർത്ത് സ്പോട്ടും ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പുമുള്ള ഈ ഒരു ചെപ്പാറയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ചെപ്പാറ എങ്ങനെയുണ്ടെന്ന് അവരോട് ചോദിച്ചു നോക്കാം. റബി ആൻഡ് റനി, എങ്ങനെയുണ്ട് ചെപ്പാറ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ? ഫുള്ള് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അടിപൊളി അടിപൊളി. സൺസെറ്റ് മിസ് പക്ഷേ വ്യൂ നല്ലുണ്ട്. അടിപൊളി. ഓക്കെ, പുറത്തായോ? ടോപ്പ് ടോപ്പ്, നല്ലൊരു സ്പോട്ട് അല്ലേ. ഇവിടെ വന്നില്ലെങ്കിൽ മിസ്സാട്ടേനു. ഓക്കെ, അപ്പോൾ നമുക്കത് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണല്ലേ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആളോട് ചോദിക്കാം. റമീസ്, എങ്ങനെയുണ്ട് ചെപ്പാറ? വളരെ പീസ്ഫുള്ളായ സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് മൊത്തം വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി, വടക്കാഞ്ചേരിയുടെ പല പല ഭാഗങ്ങളാണത്. അങ്ങനെ തൃശ്ശൂർ മൊത്തം കാണാൻ പറ്റി. അതെ, മുകളിൽ കയറിയിട്ട്. അതെ, അധികം തെറ്റത്തേക്ക് പോകണ്ടാ. ഇവരുടെ സേഫ്റ്റി കൂടി നമ്മൾ കണക്കിലെടുക്കണം. പിള്ളേഴ്സ്, അധികം തെറ്റത്തേക്ക് പോലെ കേട്ടോ. ഹലോ, നമ്മൾ അവസാനമായിട്ട് ഒരു ചെറിയൊരു ഡെസ്റ്റിനേഷൻ കൂടി വന്നേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് വാഴാനി ഡാമിൻ്റെ മുന്നിലാണ്. ഈ സമയത്ത് അകത്തേക്ക് പ്രവേശനമല്ല. പക്ഷേ ഈ ഒരു ആൽമരത്തിലിരുന്ന് വാഴാനി യാത്ര ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചോളൂ. രവി, ഇവിടെ പോന്നിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതല്ലേ, ഇട്ട് മാത്രമേ ഇല്ലൂ. ഇട്ട് മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് കേരളത്തിൽ തന്നെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏക ഡാമാണ്. ഇപ്പോൾ അതിൻ്റെ മേലെ അവർ കോൺക്രീറ്റൊക്കെ ഇട്ട് ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീട്ടിൽ പോവുക, ഫ്രഷ് ചെയ്തിട്ട് ഇവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കല്ലേ? അതെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അടിപൊളി. തൃശ്ശൂർ അതെ, അതെ. എന്ത് തരണ്ടേ? അപ്പോൾ എൻജോയ് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അതെ, അടുത്തൊരു വ്ളോഗോടുകൂടി വീണ്ടും കാണാം. ബൈ.